Hello, welcome back. I am Binod James and today we are going to study chapter 1 equal triangles. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകാനുള്ള കണ്ടീഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത്. ഐ തിങ്ക് യു നോ വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് എ ട്രയാങ്കിൾ. എ ട്രയാങ്കിൾ ഈസ് ഹാവിംഗ് 6 മെഷേഴ്സ്. വാട്ട് ആർ ദ 3 sides and 3 angles. See here, I have drawn here 2 triangles. One white triangle and one yellow triangle. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിൽ എക്സാക്റ്റ് ആയിട്ട് ചേർന്നിരിക്കും. നമുക്കിതിന് കോയിൻസൈഡ് എന്ന് പറയാം. ഇഫ് ടു ട്രയാങ്കിൾസ് ആർ ഈക്വൽ ദേ കോയിൻസൈഡ് ഈച്ച് അതർ, മീൻസ് ദേ ഫിറ്റ് എക്സാക്ട്ലി. അങ്ങനെയുള്ള ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ട്രയാങ്കിൾ ഇതിന് മുകളിൽ ചേർത്ത് വെക്കുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ സൈഡ്സ് ഈക്വലായിട്ട് കിട്ടുന്നുണ്ടല്ലേ. സൈഡ്സ്, ഈ സൈഡ് ഈക്വലാണ്, അതുപോലെ തന്നെ ഇത് ഈക്വലാണ്, അതുപോലെ ലോങ്ങസ്റ്റ് സൈഡ് ഈക്വലാണ്. ഇത് സൈഡ്സ് ആർ ഈക്വൽ. ക്യാൻ യു സേ വാട്ട് അബൌട്ട് ദ ആംഗിൾസ്? നമ്മൾ ഈ ആംഗിൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഇഫ് യു മെഷർ ദീസ് ആംഗിൾസ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് ദീസ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഈ രണ്ട് ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾസ്, ആംഗിൾ സിയും ആംഗിൾ ആറും ഈക്വൽ ആയിരിക്കും. അതുപോലെ ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആയിരിക്കും. ഫോർ ചെക്കിംഗ് ദിസ് വി ക്യാൻ ടേക്ക് ഇറ്റ് 2 സെറ്റ് സ്ക്വയർ ഓഫ് സെയിം ടൈപ്പ്. ഒരേ ടൈപ്പ് 2 സെറ്റ് സ്ക്വയർ എടുക്കാം. ഈ സെറ്റ് സ്ക്വയറിൻ്റെ ആംഗിൾസ് നിങ്ങൾക്കറിയാം. ഈ ആംഗിൾ 90, ഇത് 30, ഇത് 60 ഡിഗ്രി. ഒരേപോലെയുള്ള 2 സെറ്റ് സ്ക്വയർ എടുത്ത് ഒന്ന് വേറൊന്നിന് മുകളിൽ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യും. ദേ കോയിൻസൈഡ് each other, means they fit exactly one over another. So these two set squares are examples for equal triangles. So we get an important point. If the sides of a triangle are equal to the sides of another triangle, then the angles opposed to these equal sides are also equal. അതായത് രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആയിട്ട് വരുന്ന സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി ഈ പ്രോപ്പർട്ടി വെച്ച് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്. രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. സൈഡ്സ് നമുക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് മാർക്ക് ചെയ്യാം. എ ബി ആൻഡ് ക്യു ആർ ആർ ഈക്വൽ. ഒരു സിംഗിൾ ലൈൻ ഉപയോഗിച്ചാണ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈക്വൽ സൈഡ് എ ബി ആൻഡ് ക്യു ആർ ആർ ഈക്വൽ. അതുപോലെ തന്നെ ബി സി ആൻഡ് ആർ പി, ബി സി ആൻഡ് ആർ പി ആർ ഈക്വൽ. സി എ ആൻഡ് പി ക്യു ആർ ഈക്വൽ. അതായത് സിംഗിൾ ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സ് ഈക്വൽ ആണ്. രണ്ട് ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സ് ഈക്വൽ ആണ്. 3 ലൈൻസ് ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ്സ് ഈക്വൽ ആണ്. ഫൈൻഡ് ആംഗിൾ സി ആൻഡ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ആംഗിൾ സി വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. വി നോ ദാറ്റ് സം ഓഫ് ദ 3 ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. So what will be angle C? Angle C will be 180 minus sum of other 2 angles. Angle A plus angle B. 180 minus angle A 40 and angle B 60 degree. So we get 180 minus 100. 80 degrees angle C. Answer for first part. Now we have to find all angles of triangle PQR. നമുക്ക് നമ്മുടെ തിയറം യൂസ് ചെയ്യാം. If the sides are equal, angles opposed to equal sides are also equal. ആദ്യം ഈ ഒരു ലൈൻ ഉപയോഗിച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന സൈഡ് കൺസിഡർ ചെയ്യാം. Here AB and QR are equal. Here sides AB and QR are ഈക്വൽ. അതുകൊണ്ട് എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ക്യു ആറിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. വാട്ട് ഇസ് ദ റീസൺ? ഇഫ് ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും therefore ആംഗിൾ ഓപ്പോസിറ്റ് ടു എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഓപ്പോസിറ്റ് ടു ക്യു ആർ.
ഇവിടെ എ ബി ഇതാണ്. എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആംഗിൾ സി ആയിരിക്കും. ക്യു ആർ, ദിസ് ഇസ് ക്യു ആർ, ആംഗിൾ ഓപ്പോസിറ്റ് ക്യു ആർ ഈസ് ആംഗിൾ പി. And angle C we already got. How much was angle C? Angle C was 80 degree, isn't it? Angle C we got already as 80 degree. 80 degree is equal to angle P. So angle P is equal to 80 degree. We got one angle of triangle PQR. ബാക്കി ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സൈഡ് കൺസിഡർ ചെയ്യാം. BC and PR. They are marked by two lines. Here BC is equal to PR. Therefore angle opposite to BC is equal to angle opposite to PR. BC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ എ ആയിരിക്കും. ഇവിടെ PR ന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആംഗിൾ Q ആയിരിക്കും. Angle we have 40 degree. So what is angle Q? Angle Q we get as 40 degree. To find the third angle of triangle PQR, either you can use the same theorem or we can use sum of the three angles 180 degree. So angle R will be 180 minus sum of other two angles. 180 minus angle P plus angle Q. So angle R we get as 180 minus angle P we got 80 degree and angle Q we got as 40 degree. 80 plus 40. (180 minus 120, 60 degree. So we got all the angles of triangle PQR. അടുത്ത നമുക്ക് ചെയ്യേണ്ടത് പേജ് നമ്പർ 12 അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഒരു കോട്ടിലാറ്റർ എ ബി സി ഡി തന്നിട്ടുണ്ട്. ഓൾസോ സൈഡ്സ് എ ബി ആൻഡ് എ ഡി ആർ ഗിവൺ ആസ് ഈക്വൽ. ബി സി ആൻഡ് സി ഡി ആർ ഈക്വൽ. കമ്പ്യൂട്ട് all the angles of the quadrilateral. ഈ quadrilateralന്റെ നാല് ആംഗിളും നമുക്ക് കണ്ടുപിടിക്കണം. അത് കാണാനായിട്ട് നമുക്ക് ആദ്യം ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഈ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് പറയാം ഇൻ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. കൺസിഡർ ദീസ് ടു triangle എ ബി സി ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. What are the sides given equal? AB and given AB and AD are given as equal. അതുപോലെ BC and CD are given as equal. AC ഈ രണ്ട് ട്രയാങ്കിളിനും പൊതുവായ വശമാണ് അല്ലേ? AC is common side for triangle ABC and triangle ADC. So we can say AC is equal to AC. AC is common side for both triangles. So നമുക്ക് എന്ത് പറയാൻ പറ്റും? Three sides of these triangles are equal. That is, sides of these triangles are equal. Sides of these triangles are equal. Sides equal ആണ്, നമുക്ക് ആംഗിളിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാലോ. So the angles opposed to equal sides are also equal. Therefore angles opposed to equal sides are also equal. Consider these two triangles, triangle ABC and triangle ADC. Here AB and AD are equal. Therefore angle opposite to AB is equal to angle opposite to AD.
എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ, വാട്ട് ഇസ് ദ നെയിം ഓഫ് ദിസ് ആംഗിൾ? ആംഗിൾ എ സി ബി ആണല്ലേ. ആംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാംഗിൾ എ ബി സി ആണ്. ട്രയാംഗിൾ എ ബി സിയിലെ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എ സി ബി ആണ്. ആംഗിൾ ഓപ്പോസിറ്റ് എ ഡി, വി ആർ കൺസിഡറിംഗ് ദ ട്രയാംഗിൾ എ ഡി സി. അപ്പോൾ എ ഡിക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈ ആംഗിൾ ആയിരിക്കും, ആംഗിൾ എ സി ഡി ആയിരിക്കും. So we have angle ACB as 50 degree is equal to angle ACD or angle ACD is equal to 50 degree. So this angle നമുക്ക് 50 degree കിട്ടി. Given BC is equal to CD. Or angle opposite to BC is equal to angle opposite to CD. BC ക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ് BC. BC യുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഇതായിരിക്കും, ആംഗിൾ BAC ആയിരിക്കും. അതുപോലെ തന്നെ CD യുടെ ഓപ്പോസിറ്റ് ആംഗിൾ CAD. Angle BAC, write as it is. Angle CAD 30 degree given. So we get angle BAC as 30 degree. Angle BAC നമുക്ക് 30 degree എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ട് ട്രയാംഗിളിലും മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാമോ? ഏതായിരിക്കും? ട്രയാംഗിൾ ABC യിൽ ആംഗിൾ D കണ്ടുപിടിക്കാം. In triangle ABC angle D എന്തായിരിക്കും? 180 minus sum of other two angles. 180 minus other two angles 30 and 50. 30 plus 50. 180 minus 80. 100 degree will be angle B. Angle B I mark as 100 degree. അതുപോലെ in triangle ADC, in triangle ADC what will be angle D? triangle ADC യിൽ രണ്ട് ആംഗിൾ നമുക്കറിയാം, മൂന്നാമത്തെ ആംഗിൾ D കണ്ടുപിടിക്കാം. Angle D will be 180 minus sum of these two angles 30 plus 50. 180 minus 80 100 degree ആയിരിക്കും. You have to write like this: angles of the quadrilateral are. Angles of the quadrilateral are. ഏതൊക്കെയാണ് ഈ quadrilateral angles? ആംഗിൾ A എത്രയായിരിക്കും? ആംഗിൾ A is sum of these two angles, no? ഈ രണ്ട് ആംഗിളിന്റെ സം ആയിരിക്കും ആംഗിൾ 30 plus 30 60 degree. അതുപോലെ തന്നെ ആംഗിൾ C sum of these two angles 50 plus 50 100 degree. Angle B and angle D already we got. Write it once again. Angle B 100 degree and angle D is also 100 degree. നമുക്കറിയാം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ദ ആംഗിൾ 360 ആയിരിക്കും. അപ്പോൾ ഈ മൂന്ന് ആംഗിളിന്റെ സം 360 വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. 100 plus 100, 200 plus 100, 300 plus 60, 360. Sum of the angle getting us 360 degree. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലെറ്റ് us meet in next class, and those who have not subscribed the channel, kindly subscribe it. Also click the bell icon to get the notifications. Thank you. Bye. See you in next class.